بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇന്ന് നമ്മുടെ 5-ാമത്തെ ദിവസമാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള അവസാനത്തെ വിഷയം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അത് റൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പറയാം. റണ്ണിങ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സക്സസ്ഫുൾ, വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു പൊതു എല്ലാം കൂടെ ജമ ചെയ്ത് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു അവർ കോംപ്രിഹെൻസീവ് 5-day വർക്ക്ഷോപ്പ് designed to equip you with the knowledge and tools necessary to run an educational institute successfully. This program covers essential aspects of educational leadership and management, from strategic planning to daily operations. Strategy planning മുതൽ അതിന്റെ തന്ത്രാവിഷ്കരണം മുതൽ ഡെയിലി ഓപ്പറേഷൻസ്, സ്ഥിര ദിനേനയുള്ള നടത്തിപ്പുകൾ വരെ നമ്മുടെ ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളതും അതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് ഇന്ന് നമുക്ക് പറയാം. In this workshop you will learn from experts engaged in interactive sessions. വെറും ഒരു വിഷയാവതരണത്തിലുപരി നമ്മൾ പരമാവധി ഇന്ററാക്ഷൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇടപെടാൻ അവസരം ഇട്ടിട്ടുണ്ട്. ആൻഡ് നെറ്റ്വർക്ക് വിത്ത് പിയേഴ്സ്, വേണമെങ്കിൽ ഇതിൽ തന്നെ നിപുണന്മാരായ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലീഡ് ചെയ്യുന്നവരുണ്ട്. പരസ്പര അഭിപ്രായം ചോദിക്കാവുന്നതും ഒക്കെ ആയ ഒരു ക്രിയേറ്റീവായ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെ പരസ്പരം ചോദിക്കാം. നെറ്റ്വർക്ക് വിത്ത് പിയേഴ്സ്, ഇത് തന്നെ ഈ ബന്ധങ്ങൾ പരസ്പരം ഉപയോഗിക്കാം, വളരാൻ വേണ്ടി ഉപയോഗിക്കാം. Get ready to transform your educational institute into a thriving center of learning and growth. നമ്മളിത് ഉദ്ദേശിച്ചത് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു കൾച്ചറും അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ്സും കൊണ്ടുവരിക എന്നത് തന്നെയാണ്. കാരണം പരമാവധി വളരേണ്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. പൊതുവിൽ ഇന്ത്യൻ സിറ്റുവേഷൻസിൽ പൊതുവെ നമ്മുടെ സമൂഹം അധോഗതിയിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം എഡ്യൂക്കേഷണൽ എലമെന്റ്സ് ആണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഒരു റൂട്ടും ഈ ഒരു സ്റ്റൈലും സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും എത്രയോ പുരോഗമിക്കുമായിരുന്നു എന്നതാണ് ഒരു വസ്തുത. അപ്പോ ഓപ്പറേഷൻസ്, ടെക്നോളജി ആൻഡ് കോംപ്ലിയൻസ്, ഇടപെടേണ്ട രീതികൾ, ടെക്നോളജി, അതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്ന വിഷയം നമ്മൾ പറഞ്ഞതാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നത് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ഓപ്പറേഷൻസ് എസെൻഷ്യൽ ഫോർ എഫിഷ്യൻസി ആൻഡ് സസ്റ്റൈനബിലിറ്റി. സ്ഥിരത ഉണ്ടാകണമെങ്കിലും കാര്യക്ഷമമാണെങ്കിലും എന്ത് ചെയ്യണം? ഒരു പ്രാക്ടിക്കൽ ഓപ്പറേഷൻ ആയിരിക്കണം. ഒരു വിഷയം പ്രായോഗികമായുള്ള ഇടപെടലായിരിക്കും. റണ്ണിങ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിൽ പ്രായോഗികമായ ഇടപെടൽ വേണം. ലേൺ ഹൗ ടു സ്ട്രീംലൈൻ പ്രോസസ്സേഴ്സ്, ലീവറേജ് ടെക്നോളജി, പരമാവധി എങ്ങനെ ഒരു കൃത്യമായ ക്രമീകരണം ഉണ്ടാകാം, ലീവറേജ് ടെക്നോളജി, മാക്സിമം ടെക്നോളജി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ആൻഡ് എൻഷൂർ കോംപ്ലിയൻസ് ടു ക്രിയേറ്റ് എ ത്രൈവിംഗ് ലേണിംഗ് എൻവിറോൺമെന്റ്. ഇപ്പൊ ഒരു പഠനം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും. ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റാഫ് മാനേജ്മെന്റ് വേണം, ഫൈനാൻഷ്യൽ ഓവർസൈറ്റ് വേണം, അതായത് സാമ്പത്തിക ഭദ്രത വേണം, ടെക് ഇന്റഗ്രേഷൻ, ടെക്നോളജി പരമാവധി ഉൾപ്പെടുത്തണം, ലീഗൽ റെഗുലേറ്ററി കോംപ്ലിയൻസ്, നിയമം പരമാവധി പാലിച്ച് മുന്നോട്ട് പോകാം, നിയമലംഘനങ്ങളില്ലാതെ. ഇന്ന്
പരമാവധി ഈ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് മദ്രസ, സ്കൂൾ, എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ വിഷയം ബാധകമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനമാണ് ചിലപ്പോൾ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വിഷയം പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കാനുള്ളത് സ്റ്റാഫ് മാനേജ്മെന്റ്, ഹിയറിംഗ് ആൻഡ് ട്രെയിനിങ്. സ്റ്റാഫ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും അവരെ ട്രെയിനിങ് ചെയ്യുന്നതും ഒരു പ്രധാന എലമെന്റാണ്. ഇതിൽ 3 കാര്യമാണ് നമ്മൾ പറയുന്നത്. റിക്രൂട്ടിംഗ് ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റേഴ്സ്, നല്ല നിലവാരമുള്ളവരെ സെലക്ട് ചെയ്യുക. മദ്രസ പലപ്പോഴും ചിലയിടത്തൊക്കെ മദ്രസ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടെ, അതായത് മദ്രസ ഇപ്പോ ഒരു ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദും എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഒരു നെഗറ്റീവും മറ്റൊരു പോസിറ്റീവും അങ്ങനെ പറയുന്നത് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. എല്ലാറ്റിന്റെയും മേലെ സത്യത്തിൽ വരേണ്ടത് ആരാണ്? മദ്രസ എഡ്യൂക്കേഷനിൽ ഇടപെടുന്നവരാണ് ഏറ്റവും മേലെ ബഹുമാനിക്കപ്പെടേണ്ടതെന്നാണ് എന്റെ വീക്ഷണം. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാക്കാൻ കഴിയേണ്ടവർ അവരാണ്. അപ്പൊ ഏറ്റവും കഴിവുള്ളവരെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യേണ്ടതും ഏറ്റവും സാലറി കിട്ടേണ്ടത്, ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പരിഗണിക്കപ്പെടേണ്ടത്, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരായി മാറേണ്ടത് എല്ലാം ഇവരാണ്. അത്തരം സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ കഴിയണം. ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റേഴ്സ്, പരമാവധി എഡ്യൂക്കേഷൻ ഉള്ളവർ, പരമാവധി സാലറി അങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതും നമ്മുടെ മദ്രസ പ്രൊജക്ട് കൊണ്ട് നമ്മൾ തെളിയിച്ചതാണ്. നമ്മളെ മദ്രസ പ്രൊജക്ടുകൾ ഈ പ്രാവശ്യം നമ്മൾ അതിന്റെ പ്രധാന ഇത് സ്റ്റാർട്ട് ചെയ്തു. താല്പര്യമുള്ളവരെ നമ്മൾ ഇനിയും ഇതിലേക്ക് എലമെന്റിലേക്ക് ട്രെയിനിങ്ങിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരു 6 മാസം ഒരാൾ പ്രാക്ടീസ് ചെയ്താൽ മിനിമം 20,000 രൂപ സാലറി മദ്രസയിൽ നിന്ന് കൊടുക്കാൻ പറ്റും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോ അത്രയും നല്ല ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യും. അത് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ വിശദ വിവരങ്ങളൊക്കെ അതിന്റെ രൂപമൊക്കെ തീർന്നു. അപ്പൊ ഇംപ്ലിമെന്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ അട്രാക്ടിങ് ആൻഡ് ഹിയറിംഗ് ടോപ്പ് ടാലന്റ് ഇൻ എഡ്യൂക്കേഷൻ. അവിടെ എന്ത് ചെയ്യണം? ഒരു ബെസ്റ്റ് പ്രാക്ടീസസ്, നല്ല പ്രാക്ടീസ് വേണം. എന്തിന്? ഫോർ അട്രാക്ടിങ് ആൻഡ് ഹിയറിംഗ് ടോപ്പ് ടാലന്റ് ഇൻ എഡ്യൂക്കേഷൻ. നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരെ ഇതിലേക്ക് അവർ വരണ്ടേ ആദ്യം. അപ്പൊ വരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്യണം. ഇഫക്റ്റീവ് ജോബ് ഡെസ്ക്രിപ്ഷൻ, ജോബിനെ കുറിച്ച് നല്ല ഒരു വിവരണം തയ്യാറാക്കി. എന്തൊക്കെയാണ് ഇപ്പൊ മദ്രസ നമ്മൾ തയ്യാറാക്കിയ മദ്രസ ഇതിലെ മെന്റേഴ്സിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് സാലറി ഈ റേഞ്ചാണ്. അത് ഏറ്റവും ലോ സാലറിയാണ്, പക്ഷെ അത് അതിന്റെ ഒക്കെ മേലെ പോകും. പിന്നെ അതോടൊപ്പം അവരുടെ ജോബ് ഡെസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ മദ്രസയിലെ ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, സ്വഭാവ രൂപീകരണം, അവരുടെ ആരാധനാ ചിട്ടകൾ, ലൈഫ് സ്റ്റൈല്, അവരുടെ ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി, പ്രോസ്പെരിറ്റി, സമൃദ്ധമായ ഇസ്ലാമിക സ്നേഹമുള്ള, ഇസ്ലാമിനോട് ഇഷ്ടമുള്ള ഒരു ജീവിതം, ആത്മീയത, പിന്നെ അവരുടെ ജീവിതത്തിലെ സാമ്പത്തികാഭിവൃദ്ധി, അക്കാദമിക് എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഈ മദ്രസ മെന്റർ കറക്റ്റ് ഫോളോ ചെയ്യും. റിസൾട്ട് ഗ്യാരണ്ടിയോടുകൂടെ കാണിച്ചു, പറച്ചിലല്ല, കാണിച്ചു. അപ്പൊ അതാണ് ഡെസ്ക്രിപ്ഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഇഫക്റ്റീവ് ജോബ് ഡെസ്ക്രിപ്ഷൻ. ഒരു നല്ലൊരു സ്റ്റാഫ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണമെങ്കിൽ അത്തരം ഒരു ജോബ് ഡെസ്ക്രിപ്ഷൻ ആദ്യം വരണം, നല്ലൊരു വിവരണം. ഇന്നതായിരിക്കണം ഞങ്ങളെ മദ്രസ. അപ്പോ പേര് മാറ്റിയാലും കുഴപ്പമില്ല. എന്റെ വിഷയം, എന്റെ ഒരു അഭിപ്രായം, മാറ്റമല്ല വേണ്ടത്. ഈ പേരിനെ ലോകോത്തരമായി ഉയർത്തണം. ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട്, ഏറ്റവും നല്ല പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മദ്രസയെ അപ്ഗ്രേഡ് ചെയ്യും. ആൻഡ് മാസ്റ്റർ ഇന്റർവ്യൂ ടെക്നിക്സ് ടു ഫൈൻഡ് ദ റൈറ്റ് ഫിറ്റ്. നല്ല പറ്റിയ ആൾക്കാരെ കൊണ്ടുവരാൻ ഇന്റർവ്യൂ ടെക്നിക്ക് കൊണ്ടുവരണം. ഇന്റർവ്യൂ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താ അറിയോ? സ്ക്രീനിൽ കാണുന്നുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോ പവർ പോയിന്റ് എന്ന് മാറി ഞാൻ PDF എടുത്തിട്ടുണ്ട്. ഈ PDF നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിക്കും.
അതിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പിന്നെ നല്ല ടാലന്റായ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒന്ന്, ബിൽഡ് എ സ്ട്രോങ് എംപ്ലോയർ ബ്രാൻഡ്. നല്ലൊരു ബ്രാൻഡ് ആദ്യം സ്ഥാപിക്കും. ഇതൊക്കെയാണ് ഇതിന് മുമ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല. മലപ്പുറം നമ്മുടെ കോട്ടക്കൽ സീന് അവിടത്തേക്ക് ജോലിക്ക് ആൾക്കാരെ രക്ഷിതാക്കളൊക്കെ മക്കളെ അവിടെ ഒന്ന് ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. കാരണം അവരുടെ എംപ്ലോയർ ബ്രാൻഡ് ഉണ്ട്. ഇതുപോലെ മദ്രസയിലും നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കും. അതായത് ഈ സ്കൂളിൽ വന്നാൽ ആ സ്കൂളിലെ ടീച്ചർക്ക് ലൈഫ് ആൻഡ് ഗ്രൗത്ത്, ജീവിതത്തിന്റെ എല്ലാ മേഖലയും വളർത്തുന്നതായിരിക്കണം ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെ ഒന്ന് കയറണത് കൂടിയുണ്ട്. അങ്ങനത്തെ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കും. ഷോക്കേസ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാല്യൂസ്, മിഷൻ ആൻഡ് കൾച്ചർ. നമ്മുടെ സ്ഥാപനത്തിന്റെ മൂല്യങ്ങൾ, അതിന്റെ മിഷൻ, അതിന്റെ ഓബ്ജക്റ്റീവ്സ്, അതുപോലെ കൾച്ചർ, നമ്മുടെ സ്ഥാപനത്തിന്റെ കൾച്ചർ ആകർഷണീയമായി പ്രദർശിപ്പിക്കും. പിന്നെ ഹൈലൈറ്റ് യുവർ കമ്മിറ്റ്മെന്റ് ടു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, വർക്ക് ലൈഫ് ബാലൻസ്, സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് ആൻഡ് ഇന്നോവേഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നല്ല ഒരു സ്റ്റാഫ് വന്ന പിന്നെ അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ടാസ്ക്കാണ്. അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ്, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സംതൃപ്തമായ ജീവിതം അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ സ്ഥാപനം നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, നല്ലൊരു വിഹിതം. സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ്, ഇവിടെ എപ്പോഴും കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും സമൃദ്ധമായ പഠനത്തിനും മൂല്യങ്ങൾക്കൊക്കെ. അപ്പൊ അവിടെ ഒന്ന് കയറണം. ഇന്നോവേഷൻസ്, ഇവിടെ പുതിയ 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 പുതുമകൾ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കൾച്ചർ. ഇതൊക്കെ നമ്മുടെ ബ്രാൻഡാണ്. യൂസ് സോഷ്യൽ മീഡിയ, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, വെബ്സൈറ്റ് ഉപയോഗിക്കാം, വേർഡ് ഓഫ് മൗത്ത്. പാരന്റ്സിനൊക്കെ കറക്റ്റ് കൊടുക്കേണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പാരന്റൽ ഇൻവോൾവ്മെന്റ് ഒക്കെ കിട്ടിയാൽ ആ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ ബെസ്റ്റ് ആയിരിക്കും. സ്കൂൾസ് റെപ്യൂട്ടേഷൻ ആസ് എ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്. എല്ലാവർക്കും ജോലി ചെയ്യാൻ നല്ലൊരു സ്ഥലം അവിടെയാണ് എന്നുള്ള ഒരു സൃഷ്ടിക്കണം. അങ്ങനെയാണ് അതൊരു ടെക്നിക്ക്. യൂസ് മൾട്ടിപ്പിൾ റിക്രൂട്ട്മെന്റ് ചാനൽസ്, അതുപോലെ മൾട്ടിപ്പിൾ റിക്രൂട്ട്മെന്റ് ചാനൽസ് ഉപയോഗിക്കും. എന്താണ്? പോസ്റ്റ് ഓൺ എഡ്യൂക്കേഷണൽ ജോബ് ബോർഡ്സ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ലിങ്ക്ഡിൻ ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്. പല രീതിയിലുള്ള ഒരു ചാനൽ ഉണ്ടാക്കി വെക്കുക. അതായത് എഡ്യൂക്കേഷണൽ ജോബ് ബോർഡ്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതില് കുറെ ആൾക്കാർ ആ ഒരു ഹബില് കുറെ ആൾക്കാർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ആൾക്കാരെ സെലക്ട് ചെയ്യാം. പാർട്ണർ വിത്ത് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ നല്ല ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമുക്ക് പങ്കാളിത്തം ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ചാനലാണ്, കൂട്ടിൽ ആളെ കൊണ്ടുവരാനുള്ള ചാനൽ. അതുപോലെ യൂണിവേഴ്സിറ്റി ആയിട്ട് നല്ല റെഫറൽ പ്രോഗ്രാമുകളുമായിട്ടൊക്കെ നമുക്ക് ബന്ധം ഉണ്ടാകും. അപ്പൊ അവിടുന്ന് നല്ല ടീമിൽ നമുക്ക് കിട്ടും. അറ്റൻഡ് എഡ്യൂക്കേഷൻ ജോബ് ഫെയർസ്, നല്ല വെബിനാർസ്, ഓൺലൈൻ ടീച്ചിങ് കമ്മ്യൂണിറ്റീസ്. അങ്ങനെ ടീച്ചേഴ്സ് നല്ല ഉള്ള കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല ബന്ധം ഉണ്ടാകും. അപ്പൊ നമുക്ക് ആളെ കിട്ടാനുള്ള നല്ല ആളെ കിട്ടാനുള്ള വഴിയാണ്. ഓഫർ കോമ്പറ്റേറ്റീവ് ബെനിഫിറ്റ്സ് ആൻഡ് കരിയർ ഗോൾസ്. അതുപോലെ വരുന്ന ആളെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കോമ്പറ്റേറ്റീവ് ബെനിഫിറ്റ്സ്, മത്സര ഉൾക്കൊള്ളുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല കരിയർ ഗ്രോത്ത് നമ്മളെ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? എപ്പോഴും ഇതിൽ വരണം എന്നുള്ള ചിന്തയാണ്. അപ്പാർട്ട് ഫ്രം സാലറി, ഓഫർ ബെനിഫിറ്റ്സ് ലൈക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുക, ഹെൽത്ത് പാക്കേജസ് കൊടുക്കുക, പിന്നെ സബാറ്റിക്കൽ സോഴ്സ്, മെന്റർഷിപ്പ് പ്രോഗ്രാം കൊടുക്കുക, ഗ്രൗത്ത് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല അടിപൊളി ആയിട്ട് കൊടുക്കാം. പിന്നെ നല്ല ടൈറ്റിൽ കൊടുക്കാം. യൂസ് എ ക്ലിയർ ആൻഡ് എൻഗേജിങ് ടൈറ്റിൽ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് മാത്ത് ടീച്ചർ. ഒരു കണക്ക് ടീച്ചറുമാണെന്ന് പരസ്യം കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കണം? ഡൈനാമിക് മിഡിൽ സ്കൂൾ മാത്ത് ടീച്ചർ, ഇന്നോവേറ്റീവ് ലേണിംഗ് ഫോക്കസ്. നല്ല പദപ്രയോഗമാണ്. നല്ല ഊർജ്ജസ്വലനായ ഒരു സ്കൂൾ കണക്ക് ടീച്ചർ ആവശ്യമുണ്ട്.
നല്ല പുതുമയുള്ള പഠനം ഫോക്കസ് ചെയ്യുന്ന, അതിലേക്ക് ശ്രദ്ധയുള്ള അങ്ങനെയുള്ള ഒരാള് വേണം. അപ്പോ വരുന്ന ആൾക്ക് തന്നെ അപ്പൊ തന്നെ ഒരു ഇത് വരും. അതുപോലെ നല്ലൊരാൾക്ക് അവിടെ വരണം എന്നുള്ള ചിന്ത വരും. ഈ ഒരു ടൈറ്റിൽ ഉപയോഗിക്കും. ബി, ഔട്ട്ലൈൻ കീ റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി. എന്ത് വേണം? യൂസ് ബുള്ളറ്റ് പോയിന്റ്സ് ടു ഡിസ്ക്രൈബ്. പ്രധാന പോയിന്റുകൾ എങ്ങനെ കൊടുക്കണം? ക്ലാസ് റൂം ടീച്ചിങ്, കരിക്കുലം പ്ലാനിങ്, സ്റ്റുഡൻറ് അസസ്മെന്റ്, പാരന്റ് കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൂൾ ഇവന്റ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. പ്രധാന റെസ്പോൺസിബിലിറ്റി. ക്ലാസ് റൂം ടീച്ചിങ് ഉഷാറായിരിക്കണം, കരിക്കുലം പ്ലാനിങ് ഉണ്ടായിരിക്കണം ഒരു ടീച്ചർക്ക്, സ്റ്റുഡന്റ് അസസ്മെന്റ് ഉണ്ടായിരിക്കണം, പാരന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൂൾ ഇവന്റ്സ്. നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ ഇവന്റ്സിലും നല്ല പങ്കാളിത്തം ഉണ്ടാകും. ഇതൊക്കെ നേരത്തെ കീ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാം. സ്പെസിഫൈ റിക്വയർഡ് ആൻഡ് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻസ്. അതുപോലെ പിന്നെ നമ്മള് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറയാം. BEd, സബ്ജക്ട് സ്പെസിഫിക് ഡിഗ്രീസ്, പ്രത്യേകമായിട്ട് അത് പറയാം. സോഫ്റ്റ് സ്കില്ല്, ലൈറ്റ് ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ടെക് സേവിനസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകളൊക്കെ അവർക്ക് ഉണ്ടാകണം എന്ന് പറയും. അപ്പോ ആ രീതിയിൽ എന്തുണ്ടാകണം? നമുക്കൊരു അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടാകണം. പിന്നെ അടുത്തത് ഇഫക്റ്റീവ് ഓൺബോർഡിങ്. വന്നാൽ അവരൊരു നിശ്ചിത കാലത്തേക്ക് അവരെ ഉഷാറാക്കി എടുക്കുന്ന, ഒന്ന് മിങ്കിളാക്കി എടുക്കുന്ന പ്രോഗ്രാമിന് പറയുന്നതാണ് ഇഫക്റ്റീവ് ഓൺബോർഡിങ്. ഡെവലപ്പ് എ സ്ട്രക്ചേർഡ് ഓൺബോർഡിങ് പ്രോസസ് വിത്ത് 30, 60, 90 ഡേ പ്ലാൻ. അതായത് ഒരു 30, 60, 90 ദിവസത്തേക്ക് ഒരു പ്രത്യേക പ്ലാൻ ടു എൻഷൂർ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് ആർ വെൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രൊഡക്റ്റീവ് ഫ്രം ഡേ വൺ. അതായത് ഒന്നാമത്തെ ദിവസം മുതൽ ഇവരുടെ ഉയർച്ച മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൺബോർഡിങ് സിസ്റ്റം. ഇപ്പൊ 30 ദിവസമോ 60 ദിവസമോ 90 ദിവസത്തേക്കൊക്കെ ഒരു പ്ലാൻ. ആ പ്ലാൻ ഇൻ ഡീറ്റെയിൽ പിന്നെ ഉണ്ട്. അതിൽ ഇങ്ങനെയാണ്, എന്താണ്, ജോബ് ഡെസ്ക്രിപ്ഷൻ, ഓൺബോർഡിങ് പ്രോസസ്. ഓൺബോർഡിങ് പ്രോസസ്സിൽ വേണ്ടത് ഒരു 30, 60, 90 ദിവസത്തെ പ്ലാൻ. അതില് ലേൺ, ഡു, അച്ചീവ്, പഠനം, ചെയ്യുക, നേടുക. അതില് കൊടുക്കേണ്ട രീതി, ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം, അതൊന്ന് അവര് വേഗം നേരെയാകാനുള്ള വഴിയാണ്. മറ്റത് ഇങ്ങനെ ഗ്രൗത്ത് ലെവൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും. മറ്റൊന്ന് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി കൊടുക്കണം. നമ്മൾ എന്തൊക്കെയാണ് അവരിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ. അവരെ കോൺഫിഡൻസ് ഉണ്ടാക്കാനും മോട്ടിവേഷൻ ചെയ്യാനും സമയം കിട്ടും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി. എൻകറേജസ് അക്കൗണ്ടബിലിറ്റി. അതൊരു ഉത്തരവാദിത്വം കൂട്ടി അവർക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സമയത്ത്. ഇംപ്രൂവ് സ്റ്റാഫ് റിട്ടൻഷൻ ആൻഡ് പെർഫോമൻസ്. സ്റ്റാഫിന്റെ ഈ പുരോഗതി ഉഷാറാക്കാനൊക്കെ അത് ഉപകാരം. ചെയ്യാവുന്ന രീതി എന്തൊക്കെയാണ്? ഹൗ ടു ഡെവലപ്പ് സ്ട്രക്ചേർഡ് ഓൺബോർഡിംഗ് പ്രോസസ് യൂസിങ് 30, 30, 60, 90 ഡേ പ്ലാൻ. 30 60 ഇത് ചെയ്യാനാക്കേണ്ടത്. ആദ്യം പ്രീ ഓൺബോർഡ്. അതായത് പ്രീ ഓൺബോർഡിംഗ് എന്ന് പറഞ്ഞാല് സെൻഡ് എ വെൽക്കം ഇമെയിൽ വിത്ത് ജോയിനിങ് ഡീറ്റെയിൽ. ആദ്യം നല്ലൊരു വെൽക്കം അയക്കുക. പ്രിപ്പയർ ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ID കാർഡ്, ഇമെയിൽ ലോഗിൻ, ഹാൻഡ് ബുക്ക്, ഇതൊക്കെ തയ്യാറാക്കും. അസൈൻ എ മെന്റർ ഓർ ബഡ്ഡി, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആദ്യം തയ്യാറാക്കുക, ഇയാളെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മെന്ററെ തയ്യാറാക്കി വെക്കും. സെറ്റപ്പ് ദെയർ വർക്ക് പ്ലേസ്. എന്നിട്ട് അവർക്കൊരു പ്രത്യേക ഇത് അവരുടെ ഏരിയയും കാര്യങ്ങളൊക്കെ അയാളുടെ മുമ്പേ തയ്യാറാക്കും. ഇതാണ് ഫസ്റ്റ് ഓൺബോർഡിംഗ്. പിന്നെയുള്ള 30 ദിവസത്തെ പ്ലാൻ എന്താണ്? ഓറിയന്റേഷൻ, ഒബ്സർവേഷൻ. ഓറിയന്റേഷൻ, ഒബ്സർവേഷൻ, അതായത് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി അവരെ വിലയിരുത്തുക. പിന്നെ അടുത്ത 30 മുതൽ 31 മുതൽ 60 ദിവസം വരെയുള്ള പ്ലാൻ എന്താണ്? ഇന്റഗ്രേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അവരെ പരമാവധി ഉഷാറാകേണ്ട ഭാഗങ്ങളൊക്കെ ഉഷാറാക്കുകയും ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളിലൊക്കെ അവരെ ഉൾപ്പെടുത്തുകയും പാർട്ടിസിപ്പേഷൻ ആവശ്യമുള്ളിടത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവരെ
അഭിപ്രായം ചോദിക്കേണ്ടടുത്ത് അവരോട് അഭിപ്രായം ചോദിക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടടുത്ത് ചെയ്യിപ്പിക്കുക, അങ്ങനെ അവരെ ഉൾക്കൊള്ളിക്കും. പിന്നെ 61 മുതൽ 90 ദിവസം വരെയുള്ള പ്ലാന് ഓണർഷിപ്പ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അവർക്ക് വിഹിതങ്ങൾ നൽകുക, അവരെ ഇതിന്റെ ആളാക്കുക, എന്നിട്ട് നല്ല പ്രൊഡക്ടിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരിക. ഫുള്ളി എൻഗേജ്ഡ്, ഇൻഡിപെൻഡന്റ് ആൻഡ് പ്രൊഡക്റ്റീവ്. അവർ ഉൾക്കൊള്ളണം എല്ലാറ്റിലും, അവർക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടണം, അതോടൊപ്പം നല്ല നിർമ്മാണാത്മകമായിരിക്കുകയും ചെയ്യും. ഇതിന് 1 to 30 ഓറിയന്റേഷൻ, ഷാഡോയിങ്, തീം, അങ്ങനെ അതിന്റെ പ്ലാന് ഒന്നിങ്ങനെ ഒരു ഇതൊക്കെ ആക്കി നമ്മൾ തയ്യാറാക്കി. ഇതാണ് ഇഫക്റ്റീവ് ഓൺ ബോർഡിംഗ്. പിന്നെ ഉള്ളത് ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. സ്ഥിരമായിട്ടുള്ള സംവിധാനം, ഓഫർ വർക്ക്ഷോപ്പ്, സ്ഥിരമായിട്ട് വർക്ക്ഷോപ്പ് കൊടുക്കുക, കോൺഫറൻസസ് കൊടുക്കുക, പരിപാടികളൊക്കെ വെച്ചു കൊടുക്കുക, സർട്ടിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. അവർ ചെയ്യേണ്ട വർക്കുകളിൽ പ്രത്യേക സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുക. അവരിപ്പോ വർക്ക് ചെയ്യേണ്ട ഏരിയയിൽ ഒരു കോഴ്സ് സെറ്റ് ചെയ്യാം, ഈ പഠിപ്പിക്കൽ മുടങ്ങാതെ. അപ്പൊ അവർക്ക് ഉഷാറാകാനുള്ള വഴിയാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്താലും അപ്പോഴും ഇയാൾ ഉഷാറാകും. ടു സപ്പോർട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഫോർ യുവർ എഡ്യൂക്കേറ്റേഴ്സ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉഷാറാക്കാനുള്ള വഴിയൊരുക്കുക. ഇനിയുള്ളത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫണ്ട് റൈസിംഗ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എന്ത് ചെയ്യണം, ക്രിയേറ്റിംഗ് എ റിയലിസ്റ്റിക് ബഡ്ജറ്റ്. ഇപ്പൊ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ലേൺ ഹൗ ടു ഡെവലപ്പ് എ പ്രാക്ടിക്കൽ ബഡ്ജറ്റ് ദാറ്റ് അലൈൻസ് വിത്ത് യുവർ സ്കൂൾസ് ഗോൾ ആൻഡ് റിസോഴ്സസ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചെലവുണ്ട്, അത്തരം വിഷയങ്ങൾ കൃത്യമായി ഒരു പഠിച്ചെടുക്കണം. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ദ കീ കമ്പോണൻസ് ഓഫ് എ സ്കൂൾ ബഡ്ജറ്റ് ആൻഡ് ഹൗ ടു അലോക്കേറ്റ് ഫണ്ട്സ് ഇഫക്റ്റീവ്ലി. ഏതൊക്കെ സ്കൂൾ ബഡ്ജറ്റ്, ഈ ഫൈനാൻഷ്യൽ സ്കൂളിന്റെ സാമ്പത്തികം എവിടെയൊക്കെ ചെലവഴിക്കണം, എവിടെയൊക്കെയാണ് കൂടുതൽ ആവശ്യമുള്ളത് എന്ന് വിലയിരുത്തും. അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്ലാനും കാഴ്ചപ്പാടും കാര്യങ്ങളും വേണം. അത് ചെയ്യേണ്ട രീതികൾ ഓൺഗോയിങ് പ്രൊഫഷണൽ. അതെ, അതില് ചെയ്യേണ്ടത് ആദ്യം ഒരു സ്കൂളിന്റെ മൊത്തം സാമ്പത്തികമായ സ്രോതസ് എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് സാലറി, അതുപോലെ മറ്റ് വേതനങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് പ്ലാന്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ജോലിക്കാരുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കണം. പിന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, പ്രധാനപ്പെട്ട ബുക്ക്, കമ്പ്യൂട്ടർ, എഡ്യൂക്കേഷണൽ, ഓഫീസ് വർക്ക്, ഫർണിച്ചർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനം. ക്ലാസ് റൂം സപ്ലൈസ്, സ്റ്റേഷനറി, പേപ്പർ, പെന്ന്, പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, അത്തരം സാധനങ്ങളൊക്കെ ഒരു നിശ്ചിത ശതമാനം വേണം. യൂട്ടിലിറ്റീസ് ആൻഡ് ഫെസിലിറ്റി മെയിൻ്റനൻസ്, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ ഇടയ്ക്ക് വരുന്ന ചെലവുകൾ, അപ്രതീക്ഷിതമായി വരുന്ന ചെലവുകൾ, ജനിറ്റോറിയൽ സർവീസസ്, റിപ്പയർ, പ്രധാനപ്പെട്ട റിപ്പയർ, ഇതിനൊക്കെ നേരത്തെ വകുപ്പ് കണ്ടെത്തണം. ട്രാൻസ്പോർട്ടേഷൻ, ചിലയിടത്തൊക്കെ ഭയങ്കര ഇതാകും. ആദ്യം തന്നെ വകുപ്പിൽ ഇത്ര ശതമാനം ഇന്നതിന് എന്ന് പറഞ്ഞ് മാറ്റി വെക്കണം. ശതമാനം ഞാൻ ശേഷം കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി വെച്ചാൽ പ്രയാസം വരുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരികയാണ്. ഈ വരുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതിന് പകരം നേരത്തെ ബഡ്ജറ്റിംഗ് വേണം. ട്രാൻസ്പോർട്ടേഷൻ കോഡ്, ബസ് സർവീസ്, വെഹിക്കിൾ മെയിൻ്റനൻസ്, അത്രയൊക്കെ ആവശ്യമുണ്ട്. അത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതുപോലെ വർക്ക്ഷോപ്പുകൾക്ക് സ്ഥിരമായിട്ട് വേണം. അതിന്റെ വർക്ക്ഷോപ്പ് ഒക്കെ വേണോന്ന് തീരുമാനിക്കും, പക്ഷെ വകുപ്പില്ല, സാമ്പത്തികം വകുപ്പില്ല എന്ന് പറയും. അങ്ങനല്ല, ആദ്യം ഇതിനുള്ള വകുപ്പ് മാറ്റി വെക്കണം. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, വർക്ക്ഷോപ്പിനും കോൺഫറൻസിനും മാറ്റി വെക്കണം. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റിനോവേഷൻ, ടെക്നോളജി അപ്ഗ്രേഡ്, അതായത് ബിൽഡിങ്ങിന്റെ നിർമ്മാണം, പിന്നെ ടെക്നോളജി, ഇപ്പൊ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ വേണം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയർ വാങ്ങണം, അങ്ങനത്തെ ചെലവുകൾ. 3 ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്, പ്രധാനപ്പെട്ട ഡെസ്ക്, ചെയർ, ക്ലാസ് റൂം, ലൈബ്രറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫർണിച്ചർ, അങ്ങനത്തെ ചെലവ്. ഇതൊക്കെ പ്രധാന ക്യാപിറ്റലാണ്. ഇതെന്ത് ചെയ്യണം, അത് ആദ്യം കരുതണം. പിന്നെ റിസർവ് ഫണ്ട് ഉണ്ടാകും. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മണി സെറ്റ് അസൈഡ് ഫോർ അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ. അപ്രതീക്ഷിതമായി വരുന്നതിനുള്ള സിറ്റുവേഷൻ ഇത് മാറ്റിവെക്കുന്നു. റിപ്പയർ,
പിന്നെ അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് ലൈക്ക് എ നാച്ചുറൽ ഡിസാസ്റ്റർ. ഒരു പെട്ടെന്നൊരു മഴ വന്നൊരു തകർച്ച പറ്റിയാൽ, ഒരു മരം വീണിട്ട് പോലും പൊട്ടിപ്പോയാൽ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ സംഗതിക്ക് ആ ഒരു ഏരിയയിൽ ചെലവ് മാറ്റിവെക്കും. പിന്നെ പെട്ടെന്ന് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ, അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ, പാരന്റ്സിന് ഫീസ് എടുക്കാൻ പറ്റാതിരുന്നാൽ, അങ്ങനത്തെ ഒരു ഫണ്ട് നേരത്തെ മാറ്റിവെക്കും. റിസർവ് ഫണ്ട് ഷുഡ് ഐഡിയലി കവർ 3-6 months, 3 മുതൽ 6 മാസം വരെ ആവശ്യമായ ചെലവ് അങ്ങനെ മാറ്റിവെക്കണം. അപ്പോ അത് ഭയങ്കര ഒരു ഇതുണ്ടാവും, ഒരു സ്കൂൾ നിലനിൽക്കാനുള്ള വകുപ്പാണ്. അപ്പൊ ഈ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഡൈവേഴ്സിഫൈങ് ഇൻകം സ്ട്രീംസ്, വരവിനുള്ള റൂട്ടൊന്ന് വൈവിധ്യമാണ്. എക്സ്പ്ലോർ വേരിയസ് സ്ട്രാറ്റജീസ് ടു ഡൈവേഴ്സിഫൈ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻകം. വെറും ഫീസ് എന്നുള്ളതിനുപരി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്താം, അതുപോലെ കോഴ്സുകൾ നടത്താം. എന്നിട്ട് അങ്ങനെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കും ഒരേ സമയം, ഇൻക്ലൂഡിങ് ഫണ്ട് റൈസിങ്, എൻഡോമെന്റ്സ്, ഗ്രാൻസ്, സ്കൂൾ മറ്റു പല ഗവൺമെന്റ് വകുപ്പിലുള്ള ഗ്രാന്റുകൾ കിട്ടും, പാർട്ണർഷിപ്പ് കൊണ്ടുവരാം, ബിൽഡ് എ സസ്റ്റൈനബിൾ ഫൈനാൻഷ്യൽ മോഡൽ. അങ്ങനെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക മോഡൽ ഉണ്ടാകും. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് എന്ത് ചെയ്യണം, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ഗവൺമെന്റ് തലത്തിൽ നടക്കേണ്ട എല്ലാ പ്രോസസ്സുകളും കറക്റ്റ് നടത്തണം. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഇനി ടെക്നോളജി ഇന്റഗ്രേഷൻ എൻഹാൻസിംഗ് ലേണിംഗ്, ടെക്നോളജി മാക്സിമം ഉപയോഗിക്കുന്നു. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് 1, പിന്നെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്സ് 2, 3 സൈബർ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്. ഇത് കൊണ്ടുവരണം. ഡിസ്കവർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS പ്ലാറ്റ്ഫോം ഒരുപാടുണ്ട്, ക്യാൻവാസ്, മൂഡില്, അത്തരം സംഗതികൾ ഉപയോഗപ്പെടും. അപ്പോ പെട്ടെന്ന് പുരോഗതി ഉണ്ടാവും, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ഒരുപാട് സമയം എടുത്ത് വർക്ക് ചെയ്യുന്നതും കുറെ തലപുകഞ്ഞതിന്റെ പേരിൽ പല വർക്കുകളും ഹോൾഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നടക്കാൻ ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ ഒരുപാട് പുരോഗതി ഉണ്ട്. Explore how to integrate various educational software and apps into your curriculum to support different subjects and learning styles. ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം, ലേണിംഗ് സ്റ്റൈലിനും അതുപോലെ വ്യത്യസ്ത ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ അപ്ലിക്കേഷൻസ്. സൈബർ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, ഇംപ്ലിമെന്റ് റോബസ്റ്റ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് to protect student data and ensure a safe online learning environment. ഒരു പിന്നെ സൈബർ സെക്യൂരിറ്റി നന്നായിട്ട് ഉണ്ടാകണം. നമ്മളെ സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങളൊക്കെ പുറത്തൊരാൾക്ക് കിട്ടുന്ന രീതി ഉണ്ടാകും. അത് ആ രീതിയിൽ ഭദ്രമായിരിക്കണം രേഖകൾ, അവരുടെ ഡാറ്റകളൊക്കെ സെക്യൂർ ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം. മാർക്കറ്റിംഗ് ആൻഡ് എൻറോൾമെന്റ്, അതായത് പ്രചരണം, അഡ്മിഷൻ, അട്രാക്ടിങ് സ്റ്റുഡൻസ്, കുട്ടികളെ ആകർഷിക്കൽ. ഇതിൽ സ്കൂൾ ബ്രാൻഡ് ഒരു പ്രധാനം, നല്ല ബ്രാൻഡ് ഉണ്ടാക്കും. ചിലർ സ്കൂളിന്റെ ഇത്തരം ഞാൻ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഏരിയയിൽ തീരെ ശ്രദ്ധിക്കൂല. ക്യാഷില്ല എന്ന് പറയും. ഒരു വർക്ക്ഷോപ്പിന് ക്യാഷില്ല. പ്രധാനപ്പെട്ട കുട്ടി, ഒരു രക്ഷിതാവ് വരുമ്പോ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ, ഫർണിച്ചർ, അത്തരം സാധനങ്ങൾ ചിലയിടത്ത് ഒരു പരിഗണന ഉണ്ടാവും. അതിന് നല്ല ബ്രാൻഡ് ആദ്യം സൃഷ്ടിച്ചു. എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് സ്കൂൾ ബ്രാൻഡ് ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. അത് നല്ലൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം. നമ്മുടെ സ്കൂൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, യൂസ് വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ആൻഡ് ഇമെയിൽ ക്യാമ്പയിൻ ഒക്കെ നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രയോഗമാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പൊതുവെ വികസിത രാജ്യങ്ങളിലൊക്കെ അത് വലിയ സാധ്യത. ഓപ്പൺ ഹൗസസ്, ഈ പ്രോഗ്രാമുകൾ, സ്കൂൾ തുറക്കുന്ന ദിവസം അത്തരം നല്ല പ്രോഗ്രാമുകളൊക്കെ സമൂഹത്തിന് നേട്ടമുള്ള രീതിയിൽ ആഘോഷിക്കും. സമൂഹത്തിനും കൂടെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലും അവർക്ക് വലിയ ഉപകാരമുള്ള രീതിയിൽ നടക്കും. എന്നിട്ട് ആൾക്കാർ സ്കൂൾ കാണട്ടെ, സ്കൂൾ അറിയട്ടെ, സ്കൂൾ പരിചയപ്പെടട്ടെ, നമ്മളെ മിഷൻസ് അവർ അറിയട്ടെ, അങ്ങനെ സാഹചര്യം. ഇത്
അഡ്മിഷനും അതുപോലെ കുട്ടികളെയൊക്കെ ആകർഷിക്കാനുള്ള വഴിയാണ്. ലീഗൽ ആൻഡ് റെഗുലേറ്ററി കോംപ്ലിയൻസ്, എൻഷൂറിംഗ് സേഫ്റ്റി. ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ നമുക്ക് ചെയ്യാവുന്ന നിയമാനുസരണങ്ങൾ അത് പ്രധാനമാണ്. ഇതിലൊന്ന് എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ നിയമങ്ങളൊക്കെ സ്ഥാപിക്കണം. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് എഡ്യൂക്കേറ്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ലോക്കൽ ആൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ ലോസ്. ഒരു നമ്മുടെ പ്രാദേശികമായതും ദേശീയമായ നിയമങ്ങളെല്ലാം അത് നമ്മൾ ഫോളോ ചെയ്യണം, അത് പഠിക്കണം, എന്നിട്ട് ഫോളോ ചെയ്യണം. 2, ചൈൽഡ് പ്രൊട്ടക്ഷൻ, എസ്റ്റാബ്ലിഷ് റോബസ്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസീസ്. കുട്ടിക്ക് എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊട്ടക്ഷൻ വേണം. മാനസികമായോ ശാരീരികമായോ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടരുത്, ദുരുപയോഗം ചെയ്യപ്പെടരുത്, പ്രയാസപ്പെടരുത്. 3, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചാൽ ആരോഗ്യമായിരിക്കും. കോംപ്ലി വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. നമ്മളെ സ്ഥിരം നടത്തിപ്പ് അങ്ങനെയായിരിക്കും. കുട്ടിയും നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ഹെൽത്ത് അവയർനെസ്സും ഹെൽത്ത് സിറ്റുവേഷനും ഉണ്ടാകും. 4, ഡാറ്റ പ്രൈവസി, എൻഷുർ ഡാറ്റ പ്രൈവസി കോംപ്ലിയൻസ്. നമ്മുടെ ഡാറ്റകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും. ആരുടെ ഡാറ്റയും കണ്ടവർക്കൊക്കെ കിട്ടുന്ന രീതി വരെ. ഫെസിലിറ്റീസ് മാനേജ്മെന്റ്. ഫെസിലിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ആൻഡ് കണ്ടസീവ് എൻവിറോൺമെന്റ്. ഇതിൽ ചെയ്യേണ്ടത് സേഫ് ആൻഡ് ക്ലീൻ, എപ്പോഴും ക്ലീൻ ആയിരിക്കും. മെയിൻറ്റെയിൻ എ സേഫ് ആൻഡ് ക്ലീൻ ലേണിംഗ് എൻവിറോൺമെന്റ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്. നല്ല ക്ലീൻ ആയിരിക്കണം, നല്ല സേഫ് ആയിരിക്കണം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും. ആരോഗ്യത്തിന് അഴുക്കും വൃത്തികേടൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ, അപകട സാധ്യത ഇല്ലാത്ത സിറ്റുവേഷൻ, അങ്ങനെ ആയിരിക്കണം ഫെസിലിറ്റീസ്. പിന്നെ ക്ലാസ് റൂം ലേഔട്ട്. ക്ലാസ് റൂം ലേഔട്ട് എങ്ങനെ ആയിരിക്കണം? ഓപ്റ്റിമൈസ് ക്ലാസ് റൂം ലേഔട്ട് പ്രൊമോട്ട് ഇഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് എൻഗേജ്മെന്റ്. ഒരു പഠിക്കാൻ തോന്നുന്ന ഒരു ക്ലൈമറ്റ് അവിടെ വേണം. പഠിക്കാൻ തോന്നുന്ന ഒരു സാഹചര്യം, കാണുന്ന സാഹചര്യം എങ്ങനെയായിരിക്കും? ടീച്ച് ടെക് ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സൗകര്യം. എൻഷൂർ എ റിലയബിൾ ടെക്നോളജി, വിശ്വാസ്യതയുള്ള ടെക്നോളജി, ഏതെങ്കിലും ടെക്നോളജി ആയാലും വിശ്വാസ്യതയുള്ള നല്ല ഒരു നിലവാരമുള്ള അതോറിറ്റിക്കൽ ആയിട്ടുള്ളത് വേണം. ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് ഇന്റർനെറ്റ്, പ്രൊജക്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ബോർഡ്സ്. സ്മാർട്ട് ബോർഡ് ഒക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കുട്ടികൾ അവർക്ക് അപകടകരമായ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾക്ക് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തും. കേസ് സ്റ്റഡീസ്, ഓപ്പറേഷണൽ എക്സലൻസസ്. ഓപ്പറേഷണൽ എക്സലൻസസ് എന്താ വേണ്ടത്? ഇടപെടൽ, നല്ല മികച്ച ഇടപെടൽ. ഹൈ അച്ചീവേഴ്സ് അക്കാദമി എന്താ ചെയ്യേണ്ടത്? ലേൺ ഹൗ ഹൈ അച്ചീവേഴ്സ് അക്കാദമി സ്ട്രീംലൈൻ ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. ചെലവ് കുറക്കാനും അതുപോലെ നല്ല പുരോഗതി ഉണ്ടാക്കാനും എന്തു വേണം? നല്ല ഉയർന്ന ആൾക്കാരെ, അക്കാദമിക്കലി ഉയർന്ന ആൾക്കാരെ ഉപയോഗിക്കും. ഫ്യൂച്ചർ ലീഡേഴ്സ് സ്കൂൾ. ഭാവിയിൽ നല്ല ലീഡേഴ്സ് ഈ സ്കൂളിൽ നിന്ന് വരണം എന്നത് നമ്മുടെ റിവ്യൂ ആയി. ഫ്യൂച്ചർ ലീഡേഴ്സ് സ്കൂൾ. എക്സ്പ്ലോർ ഹൗ ഫ്യൂച്ചർ ലീഡേഴ്സ് സ്കൂൾ ഇംപ്ലിമെന്റഡ് എ സക്സസ്ഫുൾ ഫണ്ട്റൈസിംഗ് ക്യാമ്പയിൻ ടു സപ്പോർട്ട് its programs and initiatives. അപ്പോ ഇത്രയും സമയം കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഈ മാറ്ററുകളാണ്. അതില് പരമാവധി നമുക്ക് തുറന്നും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ എല്ലാ വിഷയത്തിലേക്കും പറ്റൂട്ടോ. ഞാൻ പൊതുവില് ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെതായ ചില സാങ്കേതിക പ്രയോഗങ്ങളും സാങ്കേതിക ഉപയോഗങ്ങളും അങ്ങനെ പറയാന്നുള്ള അതിന്റെ പരിമിതിയാണ്. എന്നാലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഓപ്പണായി ചോദിക്കാം. ഇപ്പൊ ചിലതൊക്കെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു പോയി എല്ലാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ തന്നെ ചോദിക്കും. നമ്മുടെ നിലവാരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് തന്നെ ചോദിക്കാം. അത് ഇതാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഈ സെഷനിലൂടെ ആഗ്രഹിക്കുന്നത് പരമാവധി ഇപ്പൊ നമ്മള് ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പൊ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം, അത് ഇപ്പൊ ഈ ചെയ്യുന്നത് ഇതുപോലല്ല, ഇതില് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ ഇന്ററാക്ട് ചെയ്യല. ഓരോരുത്തർക്കുള്ള വിഷയങ്ങൾ വെച്ച്
ഇടപെടുകയും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇതിൽ നടപ്പിലാക്കുന്നത്. ഒരു ഭയങ്കര ആസ്വാദനവും വലിയ പുരോഗതിയും ഉണ്ടാക്കി തരുന്നതാണ്. വരുന്ന എല്ലാവരും ഒരേപോലെ സന്തുഷ്ടരാകുകയും ഭയങ്കര സംതൃപ്തി പറയുകയും ചെയ്യുന്ന വലിയ ഉന്നതർ മുതൽ വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആയ ആള് വരെ വന്ന് എല്ലാവരും ഒരുപോലെ ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും നേട്ടം ഉണ്ടാകുന്നത്. നേരത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് ഏറ്റവും സങ്കടമുള്ള ആൾക്കും സന്തോഷം ഉണ്ടാക്കുന്നതും സന്തോഷം ഉണ്ടാക്കുന്ന സങ്കടം ഉണ്ടാക്കുന്നതും ഏറ്റവും സങ്കടമുള്ള ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വാക്ക് ഏറ്റവും സങ്കടമുള്ള ആൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാൾക്ക് തിരിച്ച് സങ്കടം ഉണ്ടാക്കുന്ന വാക്ക് രണ്ടും ഒന്നാണ്. ഈ സമയവും കഴിഞ്ഞു പോകും. ഇതുപോലെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്ന നല്ലൊരു മാറ്ററായി അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമായി നല്ലൊരു പ്രോഗ്രാമായി അനുഭവപ്പെടുന്നതാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. അതിന്റെ ഫിസിക്കൽ സെഷനുകൾ തിരൂരിൽ തിങ്കളാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്ത് ചൊവ്വാഴ്ചയിൽ തുടങ്ങി. വണ്ടൂരില് ബുധനാഴ്ചയിൽ തുടങ്ങുകയാണ്. അതിൽ വൈകുന്നേരം തുടങ്ങി രാത്രി അവസാനിക്കുന്ന രീതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതിലേക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. കോഴിക്കോട് ഞായറാഴ്ചയിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു ഉച്ചക്ക് തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന രീതി പറ്റുമോ, അതല്ല വൈകുന്നേരം തുടങ്ങി രാത്രി അവസാനിക്കുന്നത് പറ്റുമോ എന്നൊക്കെയുള്ള ആലോചനകളും ചിന്തയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഒരാളിതിൽ പങ്കെടുത്താലേ ഏതൊക്കെ മേഖലയിൽ അവർക്ക് ഉഷാറാവാന്നുള്ളത്? അതായത് ഒരു അധ്യാപകന് അവരുടെ അധ്യാപന ജീവിതം നമ്മൾ പറഞ്ഞ ഈ ലോകോത്തര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറഞ്ഞില്ല, സുസ്ഥിരത, അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഒരു പാരന്റ് ആണെങ്കിൽ അവരുടെ മക്കളുടെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാണെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിലവാരം ഉള്ള ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വളരെ സോഫ്റ്റ് ആയി അതേസമയത്ത് എല്ലാ വിഷയങ്ങളിലും മക്കളെ ലീഡ് ചെയ്യാൻ കഴിയുന്ന പ്രാപ്തനായ ഒരു പാരന്റ് ആകാം, പ്രാപ്തനായ ഒരു കുടുംബനാഥനാകാം. ഇനി അതല്ല ഒരു നല്ല സംരംഭകനാണ്, അദ്ദേഹത്തിന്റെ സംരംഭത്തെ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരണം. അയാൾക്ക് ഈ ലെറ്റ് ഉപയോഗപ്പെടുത്താം. ഒരാൾക്ക് പുതിയ ഒരു ജോബ് ഉഷാറാക്കി എടുക്കണം, അല്ലെങ്കിൽ അല്ലാത്തൊരു നോർമൽ ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കണം, അതിന് ലെറ്റ് ഉപയോഗിക്കാം. ഇനി നമ്മുടെ മക്കളോ മറ്റോ ഒക്കെ ഒരു പ്രണയത്തിലോ മറ്റോ ഒക്കെ പെട്ടിട്ട് അവരൊന്ന് കരകയറ്റി എടുക്കണം, ഇത് വലിയൊരു പ്രയാസമായി മാറി, അതിനിത് ഉപയോഗിക്കും. ലൈഫ് സൊല്യൂഷനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് സത്യത്തിൽ. ഇനി ഒരു ട്രെയിനർ ആകണമെങ്കിൽ അവർക്ക് ബെസ്റ്റ് ട്രെയിനർ ആകാൻ പ്രാക്ടീസ് ചെയ്യാവുന്ന ബേസിക് സെഷനാണ്. നമ്മൾ പറയാറുള്ളത് വണ്ടീന്റെ ഫസ്റ്റ് ഗിയർ പോലെയാണ്. വണ്ടീന്റെ ഫസ്റ്റ് ഗിയറാണ് ഏറ്റവും ശക്തമായ ഗിയർ. ഇതുപോലെയാണ് ഇതിന്റെ ബേസിക് ട്രെയിനിങ്. എത്ര കൂടുതൽ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ഉഷാറാകും. ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട് ഒ.പി. ജലീൽ സാർ. ജലീൽ മാഷൊക്കെ ഒരു വർഷത്തിലേറെ തുടർച്ചയായി ബേസിക് ഉപയോഗിച്ചു. അതിന് മാത്രം ലൈഫിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. പലരും ഉപയോഗപ്പെടുത്തിയ ഗുണങ്ങൾ ഉണ്ടാക്കി. You are welcome, all of you. مرحبا بكم جميعا. هنيئا لكم. അസ്സലാമലൈക്കും. ഇന്ററാക്ഷൻ തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ക്ലാസ് കേട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ ലഭിക്കുമ്പോൾ നമുക്കും അറിവുകളാണ് സമ്പാദിക്കാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് വലിയൊരു സന്തോഷം. അതിലുപരി സാറേ ഉസ്താദേ, നമുക്കൊരു സജഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മീറ്റിംഗ് വരുന്നത്. ഈ ക്ലാസ്സിനെ ഇങ്ങനെ ഒരു ഓൺലൈൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പോലത്തെ ആളുകൾക്ക് വിദേശികൾ അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യാനോ കഴിയാത്തൊരു സന്ദർഭത്തിൽ അതിന് വല്ലൊരു സൊല്യൂഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും വേണം. നമ്മളെ ആഗ്രഹമാണ്. നമ്മൾ എന്തായാലും
ഇതിനു വേണ്ടി കുറെ അധ്വാനിച്ചല്ലോ. അപ്പൊ അത് അതെ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയാണല്ലോ നമ്മളെ സന്തോഷം. എന്നിട്ട് എന്താ നമ്മളിപ്പോ ഒരു മരം കയറുക എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി വരെ കയറി ഇനി ഇതൊക്കെ ഇറങ്ങാണോ വേണ്ടത്, ഇപ്പോ മേലേക്ക് കയറാണോ വേണ്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഏ പകുതി നമ്മൾ നിങ്ങളുടെ ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്തത് എന്താ, ഇത് ഇതോടുകൂടി കഴിഞ്ഞോ, അതല്ല കണ്ടിന്യൂഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഉള്ളത്. ഓൺലൈനിൽ നമുക്ക് ഇപ്പോ ഒരു ടേസ്റ്റ് അതെ നൽകിയതാണല്ലോ. നമുക്കൊരു ആ ഓൺലൈനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാം. ഓക്കെ. സോ അതിന്റെ എങ്ങനെയാണെങ്കിലും അത് നമുക്ക് ഉപകരിക്കും ചെയ്യും. ഏ, അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഈ ഇതേ സിമിലർ ഫീൽഡിലുള്ള ആളുകളായത് കൊണ്ടേ അതെ അതെ അതെ, വ്യത്യസ്തമായ എക്സ്പീരിയൻസുകളൊക്കെ ലഭ്യമാകുന്നതും കൊണ്ടും നമുക്കത് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അത് അപ്പൊ അത് നമ്മളെ കമ്മ്യൂണിറ്റിക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നതാണല്ലോ. അതെ അതെ അതെ. ഏ, സോ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. ഏ, പക്ഷെ അത് ഞാൻ പറഞ്ഞേക്കാം, അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ആണ്. ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ കുറെ ആഡ് ചെയ്ത് അതിൻ്റെതായ ബെനിഫിറ്റും എല്ലാവർക്കും തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവരൊന്ന് അതിൽ ഒന്ന് ജോയിൻ ചെയ്താൽ നമുക്കൊരു ചെറിയൊരു ചർച്ച ഇതുപോലെ എല്ലാവരും പങ്കെടുത്തിട്ട്, ഇനി അഥവാ ചർച്ചയിൽ വന്നിട്ടില്ലെങ്കിലും നജാഫ് സത്താഫി ഒന്ന് ശ്രദ്ധിച്ചിട്ട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ കണ്ടക്ട് ചെയ്യാം. പരമാവധി ശേഖരിക്കുക, ആകാവുന്ന അത്ര ശേഖരിക്കുക. എന്നിട്ട് അതിലൂടെ സുസൈന്റെ പിന്നെ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടു കഴിഞ്ഞാൽ അത് നമുക്കും ഉപകരിക്കുന്നതാവുമല്ലോ. എല്ലാവരും ചിലപ്പോൾ നമുക്ക് എല്ലാ മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. ഗ്രൂപ്പിലില്ല അഷ്റഫ് ഉണ്ട് 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 ഉണ്ട്. ആ, എന്താ വെച്ചാൽ ഞാനൊരു PhD സ്റ്റുഡന്റ് ആണ് ഇഫ്ലുലെ. പക്ഷെ എനിക്ക് എല്ലാ സമയത്തും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ തന്നെയല്ല, അപ്പൊ നമ്മള് ഇപ്പൊ അവസാനിച്ചു, നമ്മളെ ഇതിവിടെ സ്കൂൾ കഴിഞ്ഞു, നെക്സ്റ്റ് ജൂൺ വരെയൊക്കെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഫീൽഡിലോട്ട് കയറുകയാണ്. സംഭവം എല്ലാ ക്ലാസ്സുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ നമുക്ക് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം. നല്ലൊരു ആശയമാണ്. നജാഫ് സർ പറഞ്ഞോളൂ. അതെ അതെ, ഗ്രൂപ്പിൽ കുറെ വരുന്നുണ്ട്, ബാക്കി കോഴ്സുകളും ഔട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഇതുപോലെയുള്ള കുറച്ച് ആളുകൾ നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഓൺലൈനായിട്ട് തുടർച്ച കിട്ടുന്ന ഒരു ട്രെയിനിങ് തന്നെ തുടങ്ങാൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തുടങ്ങണം, നമുക്ക് ഉപകാരമാവേ. നിങ്ങൾക്കും ആ, അതിൻ്റെതൊരു കിട്ടും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതെ അതെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു അതെ അതെ കാര്യങ്ങൾ ശരി, മനസ്സിലാക്കാനും പിടിക്കാനൊക്കെ, ഇനി അതിൽ വല്ല ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി ആവുമ്പോൾ, തീർച്ചയായും. എല്ലാവരും ഡിപ്പെൻഡിങ് പിന്നെ ഡിജിറ്റൽ മീഡിയയാണ്. അതെ നമ്മളൊരു അതെ ഇങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതെ അതെ. അല്ല, നമ്മളെ ചർച്ചകളും മാക്സിമം ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതും കൂടി അതിലൊരു പോയിന്റ് എലമെന്റ് ആകുമ്പോ അങ്ങനെ. അഷ്റഫ് ഖാനെ ഞാനിപ്പോ നിങ്ങൾ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതില് ഇൻഷാ അല്ലാഹ് കുറെ ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ലിങ്കുകളൊക്കെ വരും, കുറെ ഒക്കെ അതിലും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എന്തായാലും കുറെ പഠിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അതിൻ്റെതായ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ ആമീൻ ആമീൻ. നമുക്കും വളരെ സന്തോഷമുണ്ട് അഷ്റഫ് സാറുടെ ഇടപെടലും ഒക്കെ. നമ്മളൊരു ഈ ഇന്ററാക്ഷനും സജീവമാകുമ്പോ ഒരാളെ ഇടപെടുമ്പോ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതെ 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 അതെ. ഇല്ല, നമ്മൾ ഒരു അഷ്റഫ് മൊത്തം കേൾവിക്കാരനായി കഴിഞ്ഞാൽ ഒരു കേൾവിക്കാരനായിട്ടേ ഇരിക്കുള്ളൂ. നമ്മുടെ ഡൗട്ട് അവിടെ ചത്തുപോകുക, ഡെഡായി പോകും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ ഇതിൽ ചേറിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വളരെ ജസ്റ്റ് ഒരു TV കാണുന്നത് പോലെയല്ല, ഒരു ടെലിഫോണിക് ഇന്ററാക്ഷൻസ് ആകുമ്പോൾ അതിന്റെ ഗണങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളും ഇതേ സെയിം ഫെമിലിയർ ആയിട്ട് ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വരുന്ന കുറെ ഡൗട്ടുകളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിച്ചത്. എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതെ അതെ
ഇൻഷാ അല്ലാ. ദുആ ചെയ്യണം ഉസ്താദ് എല്ലായ്പ്പോഴും. ഇൻഷാ അല്ലാ നിങ്ങളും ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാ. കൂടുതൽ ആള് ചോദ്യത്തിന് ഇല്ലെങ്കിൽ ഞാൻ തൽക്കാലം ഒന്ന് വിരമിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ യാത്ര തുടങ്ങി, ഇപ്പൊ വൈകുന്നേരം ഇവിടെ എത്തിയ, പക്ഷെ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കിടക്കണം. അപ്പൊ ആരും ഇല്ലെങ്കിൽ കിടക്കാതെ അതുണ്ട്, എത്ര സംസാരിക്കാനും റെഡിയാണ്. നമ്മള് ക്ലോസ് ചെയ്യല്ലേ? ഇൻഷാ അല്ലാ. ഇപ്പൊ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വെള്ളിയാഴ്ച രാവ് ദിവസം നല്ല സമയം. എല്ലാവർക്കും ശുക്രല്ലക്കും ജമിയല്ലക്കും വാഹൃദാവാനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.